നമസ്കാരം. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും നോക്കാം. ന്യൂസ് അറ്റ് 6 PM ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് അംഗം എൻ വിജയകുമാർ റിമാൻഡിൽ. പത്മകുമാറിനൊപ്പം ഗൂഢാലോചന നടത്തിയെന്ന് അന്വേഷണ സംഘം. തെറ്റ് ചെയ്തിട്ടില്ലെന്നും സമ്മർദ്ദം താങ്ങാനാകുന്നില്ലെന്നും വിജയകുമാർ. ഡി മണിയെ നാളെ SIT ചോദ്യം ചെയ്യും. പ്രതിരോധ മേഖല ശക്തമാക്കാൻ കേന്ദ്രം 79,000 കോടി രൂപയുടെ പ്രതിരോധ ഇടപാടിന് അനുമതി നൽകി. 3 സേനകൾക്കായി പുതിയ ആയുധങ്ങൾ വാങ്ങും. കര, വ്യോമ, നാവിക സേനകളുടെ പോരാട്ടശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള നിർണായക തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്നും സർക്കാരിനെ പറ്റി ജനങ്ങൾക്ക് നല്ല അഭിപ്രായമെന്നും MV ഗോവിന്ദൻ. BJPയും UDFും വർഗീയ പ്രചരണത്തിലൂടെ വോട്ട് പിടിക്കാൻ ശ്രമിച്ചെന്നും പലയിടത്തും BJP കോൺഗ്രസ് ഡീലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. തൃശൂർ മറ്റത്തൂരിൽ രാഷ്ട്രീയ വിവാദം തുടരുന്നു. BJPയുമായി ചേർന്ന് ഭരിക്കാൻ സഹായം അഭ്യർത്ഥിച്ച് കോൺഗ്രസ് നേതാക്കൾ വീട്ടിലെത്തിയെന്ന വെളിപ്പെടുത്തലുമായി കോൺഗ്രസ് വിമതൻ. നേതാക്കൾ വീട്ടിലെത്തിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് KR ഔസേപ്പ്. പാലളം പഞ്ചായത്തിലും BJPയെ കോൺഗ്രസ് സഹായിച്ചതായി ആരോപണം. ഉന്നാവ് പീഡനക്കേസ് പ്രതി കുൽദീപ് സെൻഗാറിന്റെ ശിക്ഷ മരവിപ്പിച്ച് ഡൽഹി ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേ. സുപ്രീം കോടതി നടപടി CBI അപ്പീലിൽ. സാഹചര്യം ഗൗരവതരമെന്നും അതിജീവിതയ്ക്ക് നിയമസഹായം ഉറപ്പാക്കണമെന്നും കോടതി. ഓൺലൈൻ ലേല ആപ്പായ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയെ ED ചോദ്യം ചെയ്തു. ഭാര്യ സരിതയുടെയും മൊഴി ED രേഖപ്പെടുത്തി. വിശദമായി നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് അംഗം N വിജയകുമാറിനെ ജനുവരി 12 വരെ റിമാൻഡ് ചെയ്തു. ഗൂഢാലോചനയിൽ വിജയകുമാർ പങ്കാളിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. പത്മകുമാറിനൊപ്പം ഗൂഢാലോചന നടത്തിയെന്നും റിപ്പോർട്ടിൽ കൃത്രിമ രേഖകൾ ഉണ്ടാക്കിയെന്നും SIT കണ്ടെത്തി. ജനുവരി 12 വരെ റിമാൻഡ് ചെയ്തു. വിവരങ്ങളുമായി M പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, ഹൈക്കോടതിയിൽ നിന്നടക്കം വിമർശനമുണ്ടായിരുന്നു ഈ N വിജയകുമാറിലേക്ക് അടക്കം അന്വേഷണം നീങ്ങാത്തത് എന്തുകൊണ്ട് എന്നുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇന്ന് അദ്ദേഹം SITക്ക് മുന്നിൽ കീഴടങ്ങുന്നത്. ഈ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് SIT പറയുന്നത്? തീർച്ചയായും നമ്മൾ ഈ വളരെ ഗുരുതരമായ പരാമർശങ്ങളാണ് വിജയകുമാറിന് നേരെ റിമാൻഡ് റിപ്പോർട്ടിൽ ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമായും പത്മകുമാറിനൊപ്പമുള്ള ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിന്റെ ആദ്യത്തെ കണ്ടെത്തൽ. അതുപോലെ തന്നെ കൃത്രിമ രേഖകൾ, അതായത് ഈ സ്വർണം ചെമ്പായി മാറ്റിയതിൽ ഈ രേഖപ്പെടുത്തിയതിലും മറ്റും കൃത്രിമമായി രേഖകൾ ഉണ്ടാക്കുകയും അത് കൃത്യമായി തന്നെ മറച്ചുവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് SIT പറയുന്നത്. ഇപ്പോൾ ബുധനാഴ്ച ഒരു ജാമ്യ വിജയകുമാർ കോടതിയിൽ നൽകിയിട്ടുണ്ട്. അത് ബുധനാഴ്ചയാവും പരിഗണിക്കുക. ഇതോടൊപ്പം ജനുവരി 12 വരെയാണ് ഇപ്പോൾ റിമാൻഡ് തിരുവനന്തപുരം വഞ്ചിയൂർ വിജിലൻസ് കോടതി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നേരത്തെ ഹൈക്കോടതിയിൽ നിന്നടക്കം ഗുരുതരമായ വീഴ്ചകൾ, ഈ കേസിന്റെ വീഴ്ചകൾ സംബന്ധിച്ച് SITക്ക് മേൽ ഗുരുതരമായ ഒരു പ്രത്യാക്രമണം അത് ഹൈക്കോടതി തന്നെ ഉന്നയിച്ചതാണ്. എന്തുകൊണ്ട് മറ്റ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതടക്കമുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. പ്രത്യേകിച്ച് പത്മകുമാറിന്റെ മൊഴി ഉണ്ടായിരുന്നു. അതായത് ഈ അംഗങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ സ്വർണ്ണക്കൊള്ളയും അതുപോലെ തന്നെ പോറ്റിയുമായി ബന്ധം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് മറ്റ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ കേസിന്റെ വീഴ്ചകൾ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും SITക്ക് മേൽ ഓരോ ചോദ്യങ്ങളായി തന്നെ ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. ഇതോടെയാണ് ഇന്ന് ഏതാണ്ട് ഉച്ചയോടെ ഈ വിജയകുമാർ, അദ്ദേഹം മുന്നേ ജാമ്യാപേക്ഷ നൽകിയതാണ് കൊല്ലം വിജിലൻസ് കോടതിയിൽ. എന്നാൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരിച്ചടി ഉണ്ടാവുമെന്ന അഭിഭാഷകന്റെ ഒരു നിർദ്ദേശത്തെ തുടർന്ന് പ്രജിത്ത് നേരത്തെ തന്നെ ഈ SITയുടെ ചോദ്യം ചെയ്യലിൽ പത്മകുമാർ വ്യക്തമാക്കിയിരുന്നു അന്നത്തെ ബോർഡിന്റെ കൂട്ടുത്തരവാദിത്തമായിരുന്നു ഈ തീരുമാനമെല്ലാം എന്നുള്ളത്. ആ ബോർഡിലെ അംഗമായിരുന്നു ഈ N വിജയകുമാർ. അപ്പോൾ ഈ ഗൂഢാലോചനയിൽ N വിജയകുമാറിനും പങ്കുണ്ട് എന്ന് തന്നെയല്ലേ SIT വ്യക്തമാക്കുന്നത്?
തീർച്ചയായും മുമ്പളി അത്തരത്തിൽ തെളിവുകളെല്ലാം നിരത്തിയാണ് SIT ഈ വിജയകുമാറിനെ ഇപ്പോൾ പൂട്ടിയിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇയാൾ വിജിലൻസ് കോടതിയിൽ മുൻകൂർ അപേക്ഷ, ജാമ്യാപേക്ഷ നൽകിയിരുന്നു. അതിൽ ഈ പറയുന്ന SITയുടെ കണ്ടെത്തലുകളും അതുപോലെ തന്നെ പത്മകുമാറിന്റെ മൊഴിയും ഈ ജാമ്യാപേക്ഷ തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നറിഞ്ഞത് കൊണ്ട് തന്നെ അദ്ദേഹം സ്വയമേ അത് പിൻവലിച്ചുകൊണ്ട് ഇന്ന് SITക്ക് മുന്നിൽ ഹാജരാവുകയായിരുന്നു. കൃത്യമായുള്ള തെളിവുകൾ അതുപോലെ തന്നെ പത്മകുമാറിന്റെ മൊഴികൾ എന്നുള്ളതെല്ലാം തന്നെ വിജയകുമാറിനെതിരാണ്. അതുകൊണ്ടാണ് ഇന്ന് SIT സംഘത്തിന് മുന്നിൽ കീഴടങ്ങിയത്. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ SITക്ക് വിജയകുമാറിന്റെ ഭാഗത്തു നിന്നും കിട്ടി എന്നുള്ളത് നേരത്തെ ഈ റിമാൻഡ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കൃത്രിമമായി രേഖകൾ ഉണ്ടാക്കൽ, അതുപോലെ തന്നെ ബോർഡ് അംഗങ്ങൾ എല്ലാം തന്നെ അറിഞ്ഞുകൊണ്ടെന്ന പത്മകുമാറിന്റെ മൊഴി ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ SITയുടെ റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി എല്ലാവിധ രേഖകളും ഹാജരാക്കിക്കൊണ്ടാണ് ഇപ്പോൾ റിമാൻഡ് കിട്ടിയിരിക്കുന്നത്. ജനുവരി 12 വരെയാണ് റിമാൻഡ്. അതുകൊണ്ട് തന്നെ ഇന്ന് സ്വയം കീഴടങ്ങുകയായിരുന്നു. ഇതിൽ പ്രത്യേകം എടുത്തു പറയുന്നത് താൻ വലിയ മാനസിക സമ്മർദ്ദം നേരിടുന്നു എന്നുള്ളത് വിജയകുമാർ തന്നെ പ്രതികരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അഭിഭാഷകനായാലും കുടുംബാംഗങ്ങളോട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അത്തരത്തിൽ സ്വയം താൻ വന്ന് കീഴടങ്ങുന്നു എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നേരത്തെ ഈ മെഡിക്കൽ പരിശോധനയിലെല്ലാം തന്നെ വന്ന് പറഞ്ഞത്. അപ്പോൾ കൃത്യമായി വിജയകുമാറിനെ കുരുക്കാനുള്ള എല്ലാവിധ തെളിവുകളും ശേഖരിച്ചാണ് SIT ഇപ്പോൾ കോടതിയിൽ റിമാൻഡ് മറ്റും സംഭവിച്ചിട്ടുള്ളത്. അമ്പിളി, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് അംഗം N വിജയകുമാറിനെ ജനുവരി 12 വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഗൂഢാലോചനയിൽ വിജയകുമാർ പങ്കാളിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പത്മകുമാറിനൊപ്പം ഗൂഢാലോചന നടത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. കൃത്രിമ രേഖകൾ ഉണ്ടാക്കിയെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രജിത്ത്. SIT സംഘം എല്ലാ കഴിവും ഉപയോഗിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യട്ടെ എന്ന് മന്ത്രി V ശിവൻകുട്ടി. സുതാര്യമായ നിലപാടാണ് സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. പത്മകുമാർ CPM പ്രവർത്തകനാണെങ്കിലും സർക്കാർ ഒരു തടസ്സവും നിന്നിട്ടില്ല. കോൺഗ്രസുകാരുടെ അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പല പ്രാവശ്യം പോയാൽ പ്രസാദം കൊടുക്കാനാണെന്ന് കരുതാം. പക്ഷേ സ്ഥിരമായി പോയത് എന്തിനെന്ന് അന്വേഷിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. അവരുടെ അന്വേഷണ സംഘം അവരുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തി കുറ്റക്കാരെ അറസ്റ്റ് ചെയ്തിട്ട് അവർക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങി കൊടുക്കട്ടെ എന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിലപാട്. തെരഞ്ഞെടുപ്പ് സമയമായിട്ട് പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പത്മകുമാർ CPMൻ്റെ പ്രവർത്തകനാണ്. അങ്ങനെ ആണെങ്കിൽ പോലും അതിലൊന്നും ഒരു തടസ്സവും നിൽക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഗവൺമെൻറ് വളരെ സുതാര്യമായി കാര്യം നടത്തണമെന്നുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിരവധി ആൾക്കാരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് എല്ലാം പുറത്തു വന്നതോടുകൂടി നേരത്തെ വെല്ലുവിളിച്ചവരുടെ വെല്ലുവിളിയുടെ ശബ്ദം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ കോൺഗ്രസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലല്ലോ. 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ സോണിയാഗാന്ധിയുടെ അടുത്ത് ഈ സെക്യൂരിറ്റിയും പ്രോട്ടോക്കോളും ഒക്കെ തന്നെ ഉള്ള ആളുടെ മഹതിയുടെ അടുത്ത് ഈ പോറ്റിയെ, സ്വർണ്ണക്കള്ളൻ പോറ്റിയെ കൊണ്ടുപോയത് ആരാണെന്നുള്ള വിവരം ഇതുവരെ അവർ വ്യക്തമാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ രമേശ് ചെന്നിത്തല ഇടയ്ക്ക് പറഞ്ഞു ആരാണെന്നുള്ള വിവരം വ്യക്തമാക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹമല്ല, രമേശ് ചെന്നിത്തലല്ല, വേറെ ആരാണ് കൊണ്ടുപോയി. പിന്നെ ഈ ആ പോയതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? അതെല്ലാം അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ടല്ലോ. ഒരു പ്രാവശ്യം പോയിരുന്നെങ്കിൽ പ്രസാദം കൊണ്ടു കൊടുക്കാൻ പോയെന്ന് പറയാം. നിരന്തരമായി പോകുമ്പോൾ എന്തെങ്കിലും ഇടപാടുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ എന്നുള്ളവരും ജനങ്ങൾ സംശയിച്ചാൽ അത് കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. ആരവല്ലി മലനിരകളുടെ നിർവചനത്തിൽ മാറ്റം വരുത്തിയത് സുപ്രീം കോടതി മരവിപ്പിച്ചു. ആശങ്കകൾ പരിഹരിക്കാൻ പുതിയ ഉന്നതാധികാര വിദഗ്ധ സമിതി രൂപീകരിക്കാൻ കോടതി നിർദ്ദേശം നൽകി. പുതിയ നിർവചനത്തിന് വ്യക്തത വേണമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ഹർജി സുപ്രീം കോടതി ജനുവരി 21 വീണ്ടും പരിഗണിക്കും. 100 മീറ്ററോ അതിൽ കൂടുതലോ ഉയരമുള്ള കുന്നുകളെ മാത്രം ആരവല്ലി മലനിരകളുടെ ഭാഗമായി കണക്കാക്കുമെന്നതായിരുന്നു പുതിയ നിർവചനം.
ഇതിൽ സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവും വിദഗ്ധ സമിതി റിപ്പോർട്ടും മരവിപ്പിച്ചുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. പുതിയ ഖനന ലൈസൻസുകളും പാടില്ല. പുതിയ നിർവചനപ്രകാരം ഖനന മേഖല കൂടുമോ എന്ന് അറിയിക്കണമെന്നും വിശദ പരിശോധന നടത്തണമെന്നും കോടതി പറഞ്ഞു. ഇതിനായി വിദഗ്ധർ ഉൾപ്പെട്ട ഉന്നതാധികാര സമിതി രൂപീകരിക്കും. അറ്റോർണി ജനറലും സോളിസിറ്ററി ജനറലും ഇക്കാര്യത്തിൽ കോടതിയെ സഹായിക്കും. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ആരവല്ലി മലനിരകളുടെ മാനദണ്ഡം മാറ്റിയതിൽ പ്രതിഷേധം ശക്തമായതോടെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായത്. ഇക്കഴിഞ്ഞ നവംബർ 20-നാണ് ആരവല്ലിക്കുന്നുകളെ സംബന്ധിച്ച് പുതിയ നിർവചനം സുപ്രീം കോടതിയും അംഗീകരിച്ചത്. പുതുക്കിയ നിർവചനം അനുസരിച്ച് ആരവല്ലി കുന്നിനും മലനിരകൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള കർശനമായ ഖനനവിലക്ക് കുന്നല്ലാത്തവയ്ക്ക് ബാധകമാകില്ല എന്നായിരുന്നു. ഇതോടെ ആരവല്ലിയുടെ 90% ഭാഗവും ഖനന മേഖല ആയി മാറും. കുന്നുകളുടെ ഉയരവും കുന്നുകൾക്കിടയിലെ അകലം, ഇവയ്ക്കിടയിൽ ഖനനം അനുവദിക്കാനാകുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരവല്ലി നിരകളുടെ പാരിസ്ഥിതിക തുടർച്ച നിലനിർത്തുമെന്നതിലും കോടതി ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹർജി അടുത്ത മാസം 21-ന് വീണ്ടും പരിഗണിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് നടൻ ജയസൂര്യയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി ജയസൂര്യയ്ക്ക് കരാറുണ്ടായിരുന്നതായി ഇഡിക്ക് വിവരം ലഭിച്ചിരുന്നു. ഓൺലൈൻ ലേല ആപ്പായ സേവ് ബോക്സിന്റെ പേരിൽ വൻ തട്ടിപ്പ് നടന്നതായി മുൻപ് കണ്ടെത്തിയിരുന്നു. ജയസൂര്യയെ ഇത് 2ാം തവണയാണ് ചോദ്യം ചെയ്യുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും കിരൺകുമാർ ചേരുന്നു. കിരൺ, ഈ ഓൺലൈൻ ആപ്പിന്റെ അംബാസിഡറായി ജയസൂര്യ പ്രവർത്തിച്ചിരുന്നു എന്ന് വിവരം ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ജയസൂര്യയും അതുപോലെ തന്നെ ഭാര്യയും ഒക്കെ ചോദ്യം ചെയ്ത് വിട്ടയച്ച സാഹചര്യത്തിൽ ജയസൂര്യയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇഡി പരിശോധിക്കുന്നത്? അമ്പിളി, ഈ സേവ് ബോക്സ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ജയസൂര്യയെ 2ാമതും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇഡി വിളിപ്പിച്ചിരുന്നത്. ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ച സമയത്ത് തന്നെ ജയസൂര്യയുടെ ഭാര്യ സരിത ജയസൂര്യയെയും ഒപ്പം വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇരുവരെയും മൊഴി ഇഡി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവരിൽ നിന്ന് ഇഡി ചോദിച്ചറിഞ്ഞത് ഈ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചായിരുന്നു. ഈ സേവ് ബോക്സുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ജയസൂര്യക്ക് ബന്ധമുണ്ടായിരുന്നതായിട്ടാണ് കണ്ടെത്തിയിരുന്നത്. അതായത് ഈ സേവ് ബോക്സ് ഇതിന്റെ ഉടമയായിട്ടുള്ള സ്വാതി റഹീമുമായി ജയസൂര്യക്ക് ബന്ധമുണ്ടായിരുന്നു, പരിചയമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജയസൂര്യയെ പിന്നീട് ഈ സേവ് ബോക്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയിരുന്നത്. ഈ കാര്യങ്ങളിലുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഏതായാലും പ്രധാനമായിട്ടും ചോദ്യം ചെയ്ത് അറിഞ്ഞിരുന്നത്. ഈ ഓൺലൈൻ ലേല ആപ്പായിരുന്നു ഈ സേവ് ബോക്സ് എന്നത്. ഇത് 2003-ലാണ് ഇത് സംബന്ധിച്ചുള്ള പരാതികൾ ആദ്യം ഉയർന്നിരുന്നത്. പിന്നീട് സ്വാതി റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇയാൾ തൃശൂർ സ്വദേശിയാണ്. തൃശ്ശൂരിൽ തന്നെയുള്ള പല സ്റ്റേഷനുകളിലായി വിവിധ ആളുകൾ നൽകിയിട്ടുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഏതായാലും ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ജയസൂര്യയെ ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇരുവരെയും മടക്കി അയച്ചിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകിയത്. ഉന്നാവ് പീഡനക്കേസ് പ്രതി കുൽദീപ് സെൻകാറിന്റെ ശിക്ഷ മരവിപ്പിച്ച ഡൽഹി ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേ. CBI അപ്പീലിലാണ് സുപ്രീം കോടതി നടപടി. സാഹചര്യം ഗൗരവതരമെന്നും അതിജീവിതയ്ക്ക് നിയമസഹായം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ബലാത്സംഗ കേസിൽ ശിക്ഷ മരവിപ്പിച്ചെങ്കിലും ഉന്നാവു അതിജീവിതയുടെ അച്ഛന്റെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട കേസിൽ നിലവിൽ ജയിലിൽ കഴിയുന്നതിനാൽ സെൻകാർ പുറത്തിറങ്ങിയിരുന്നില്ല. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ MLA PV അൻവറിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചു. ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ സ്വത്തിൽ 50 കോടി വർധനയുണ്ടായെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. വിജിലൻസ് എടുത്ത കേസിന്റെ തുടർച്ചയായാണ് ഇഡിയും കേസെടുത്തത്. ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വായ്പാ തട്ടിപ്പിലാണ് PV അൻവറിനെതിരായ ഇഡി അന്വേഷണം. PV അൻവറിന്റെയും ഒപ്പമുള്ളവരുടെയും വീടുകളിൽ ഇഡി നടത്തിയ പരിശോധനയിൽ സാമ്പത്തിക ക്രമക്കേടുകൾ സംശയിക്കുന്ന രേഖകൾ പിടിച്ചെടുത്തിരുന്നു. 2016-ൽ 14.38 കോടിയായിരുന്ന അൻവറിന്റെ സ്ഥാപനങ്ങളുടെ ആസ്തിമൂല്യം 2021-ൽ 64.14 കോടിയായി വർദ്ധിച്ചുവെന്ന അവകാശവാദത്തിന് ഇഡിയുടെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ വിശദീകരണം ലഭിച്ചിരുന്നില്ല. 2015-ൽ അൻവറും ബന്ധപ്പെട്ടവരും KFCയിൽ നിന്നെടുത്ത വായ്പകളുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോയെന്ന അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു പരിശോധന. മാലാംകുളം കൺസ്ട്രക്ഷൻസിന്റെ പേരിലുള്ള 7.5 കോടിയുടെയും PVR ഡെവലപ്പേഴ്സിന്റെ പേരിലെടുത്ത 3.05 കോടി, 1.56 കോടി എന്നീ 2 വായ്പകളുടെയും തിരിച്ചടവ് മുടങ്ങിയതിലൂടെ 22.3 കോടി രൂപയുടെ നിഷ്ക്രിയ ആസ്തിയായിട്ടുണ്ട്.
മാലാംകുളം കൺസ്ട്രക്ഷൻസ് തന്റെ മരുമക്കളുടെയും ഡ്രൈവറുടെയും പേരിലാണെങ്കിലും യഥാർത്ഥ ഉടമ താൻ തന്നെയാണെന്ന് അൻവർ സമ്മതിച്ചതായി ED അറിയിച്ചിരുന്നു. അൻവറിന് വായ്പകൾ അനുവദിച്ചതിൽ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുള്ളതായും ഒരേ വസ്തുവിന്റെ കീഴിൽ ഒന്നിലധികം വായ്പകൾ അനുവദിച്ചതായും KFC ഉദ്യോഗസ്ഥരുടെ മൊഴികളും ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അൻവറിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ED വിളിപ്പിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി പരിശോധിച്ചെന്നും അപ്രതീക്ഷിത പരാജയവും പരിഹാര നടപടികളും CPM നേതൃയോഗം ചർച്ച ചെയ്തെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തിരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമില്ല, സർക്കാരിനെ പറ്റി ജനങ്ങൾക്ക് നല്ല അഭിപ്രായമെന്നും ശരിയായ ദിശാബോധത്തോടെ വിലയിരുത്തലുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്താൻ സാധിക്കും. കള്ളപ്രചാര വേലയുടെ അടിസ്ഥാനത്തിലാണ് UDF BJP വോട്ട് നേടിയതെന്നും MV ഗോവിന്ദൻ പറയുന്നു. ലോക്സഭാ ശതമാനത്തേക്കാൾ വോട്ട് കൂടിയെന്നും പിന്നിലായ മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് റിവ്യൂ പൂർത്തിയാക്കുകയുണ്ടായി. സഖാവ് KK ശൈലജ ടീച്ചറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി, PB അംഗങ്ങളായ സഖാക്കൾ പിണറായി വിജയൻ, A വിജയരാഘവൻ എന്നിവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും പങ്കെടുക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ പരാജയത്തെ സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുകയും അതടിസ്ഥാനപ്പെടുത്തിയുള്ള ഭാവി പരിപാടികൾ തീരുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. കേരളത്തിലുണ്ടായ ഈ അപ്രതീക്ഷിതമായ പരാജയം ശരിയായ ദിശാബോധത്തോടെ വിലയിരുത്തി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കണം എന്നാണ് പാർട്ടി പൊതുവെ തീരുമാനിച്ചത്. മറ്റത്തൂർ പഞ്ചായത്തിലെ കാലുമാറ്റത്തിൽ പ്രതികരിച്ച് മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റും നിലവിലെ മറ്റത്തൂർ പഞ്ചായത്ത് അംഗവുമായ KR ഔസേപ്പ് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചതിനാൽ ഡിസംബർ 1 തന്നെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് 6 വർഷത്തേക്ക് പുറത്താക്കിയെന്നും ജയിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വീട്ടിൽ വന്ന് ഒപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും BJPയുമായി സഖ്യമുള്ളതിനാൽ കൂടെ നിൽക്കാത്തതെന്നും ഔസേപ്പ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. താൻ ജയിച്ചപ്പോൾ 23-ാം തീയതി കോൺഗ്രസ് നേതാക്കൾ വീട്ടിൽ വന്ന് ഒപ്പം നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. TM ചന്ദ്രൻ, ഷാഫി കല്ലുപറമ്പിൽ, രഞ്ജിത്ത് കൈപ്പിള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രവീൺ, സതീശൻ ഇല്ലത്തുപറമ്പിൽ എന്നിവരാണ് വീട്ടിലെത്തിയത്. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഔസേപ്പ് കൂടെ നിൽക്കണമെന്നായിരുന്നു ചന്ദ്രൻ ആവശ്യപ്പെട്ടത്. എന്നാൽ കോൺഗ്രസിന്റെ 8 മെമ്പർമാർക്കൊപ്പം താനടങ്ങുന്ന 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഒപ്പം നിർത്തിയാലും LDFന്റെ 10-നൊപ്പം എത്തുക മാത്രമല്ലേയുള്ളൂ, അപ്പോൾ എങ്ങനെ ഭരണം ലഭിക്കുമെന്ന ചോദ്യത്തിന് ചന്ദ്രൻ നൽകിയ മറുപടിയാണ് UDF പിന്തുണ നൽകുന്നതിൽ നിന്നും തന്നെ പിന്തിരിപ്പിച്ചതെന്നും ഔസേപ്പ് പറഞ്ഞു. 10-നൊപ്പം BJPയുടെ 4 സീറ്റുകൾ കൂടി ഉണ്ടല്ലോ എന്നായിരുന്നു TM ചന്ദ്രന്റെ മറുപടി. വർഗീയ ശക്തികളുമായി കൂട്ടുചേരാൻ താല്പര്യമില്ലാത്തതിനാലാണ് താൻ BJP കോൺഗ്രസ് കൂട്ടുകെട്ടിന് നിൽക്കാത്തതെന്നും ഔസേപ്പ് വ്യക്തമാക്കി. നിലവിൽ കോൺഗ്രസിന് 8 ഉണ്ട്, LDFന് 10 ഉണ്ട്, 4 BJP ഉണ്ട്, 2 സ്വതന്ത്രരുണ്ട്. ഈ 2 സ്വതന്ത്രർ UDFന്റെ കൂടെ കൂടിയാൽ 10 അംഗങ്ങളാവുള്ളൂ. അപ്പൊ എങ്ങനെയാണ്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, നമ്മൾ ഭരിക്കും. അതെന്തൊരു എനിക്ക് മനസ്സിലാവില്ല, അത് എന്ത് ഫോർമുലയാണ്? നമ്മൾ ഭരിക്കുന്ന ഉറപ്പ് പറയാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു BJP നമുക്ക് വോട്ട് ചെയ്യും, അപ്പൊ അതുകൊണ്ട് നീ കൂടെ നിൽക്കണം, നീയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. തന്നോടുള്ള വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രൻ തനിക്കെതിരെ കള്ളപ്രചാരണം നടത്തുന്നത്. ഇത് 2010 മുതൽ തുടങ്ങിയതാണ്. അദ്ദേഹത്തിന്റെ ബന്ധുവിനെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് മുതലാണ് തന്നെ തകർക്കാനുള്ള ശ്രമം തുടങ്ങിയതെന്നും KR ഔസേപ്പ് കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, തൃശൂർ. മറ്റത്തൂരിന് പിന്നാലെ പാറളം പഞ്ചായത്തിലും കോൺഗ്രസ് BJPയെ സഹായിച്ചെന്ന ആരോപണവുമായി CPM രംഗത്ത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ UDFന്റെ വനിതാ നേതാവ് മനഃപൂർവ്വം വോട്ട് അസാധുവാക്കിയെന്നും അതിനാലാണ് BJPക്ക് പാറളം പഞ്ചായത്തിൽ അധികാരം ലഭിച്ചതെന്നും CPM ആരോപിച്ചു. അതേസമയം വോട്ട് അസാധുവാക്കിയ വനിതയ്ക്കെതിരെ നടപടി സ്വീകരിച്ചതായി DCC അധ്യക്ഷൻ അറിയിച്ചു.
കഴിഞ്ഞ ഒരു മാസമായി പാറളം പഞ്ചായത്തിൽ കോൺഗ്രസ് BJP അവിശുദ്ധ കൂട്ടുകെട്ട് നടക്കുകയാണ്. മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കുന്നത് പോലെയാണ് ഇരു പാർട്ടികളുടെയും നയം. അതിന്റെ പ്രതിഫലനമായാണ് പാറളം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് അധികാരം ലഭിച്ചതെന്നും CPIM ആരോപിച്ചു. ഒരു സ്ഥാനാർത്ഥി ബോധപൂർവം വോട്ട് അസാധുവാക്കി BJPയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിപ്പിക്കാൻ വേണ്ടി വലിയ രൂപത്തിലുള്ള മറ്റത്തൂർ പഠനം പാറളത്ത് നടത്തിയിരിക്കുകയാണ്. എന്നാൽ പാറളത്ത് അന്വേഷണ വിധേയമായി വോട്ട് അസാധുവാക്കിയ ബിന്ദു ടീച്ചറെ സസ്പെൻഡ് ചെയ്തുവെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. അവർക്ക് പിഴവ് പറ്റിയെന്നാണ് പറഞ്ഞത്. പക്ഷേ പൊതുജനങ്ങളുടെ കണ്ണിൽ അത് കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ബിന്ദുവിനോട് വിശദീകരണം തേടിയിരുന്നു. ബിന്ദുവിന്റെ മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ നടപടിയെടുത്തുവെന്നാണ് ജോസഫ് ടാജറ്റിന്റെ വിശദീകരണം. ഇവർക്ക് അസാധുവായി പോയത് ഇവരുടെ ഭാഗത്തുനിന്ന് വന്ന കൈപ്പഴയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ജനങ്ങളുടെ മുന്നിൽ അത് ന്യായീകരിക്കത്തക്ക ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടു. അത് ഒരു തൃപ്തികരമല്ലാത്ത വിശദീകരണമായതുകൊണ്ട് നടപടി സ്വീകരിച്ചു. അവർ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം മറ്റത്തൂരിൽ രാജി ഉറപ്പാക്കണമെന്നും രാജിവെച്ചില്ലെങ്കിൽ അയോഗ്യരാക്കുമെന്നും DCC പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയ പശ്ചാത്തലത്തിൽ ഒരവസരം കൂടി നൽകുകയാണ്. ഒരു കാരണവശാലും വാങ്ങാൻ പറ്റാത്ത സഹായമാണ് വാങ്ങിയതെന്നും DCC പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഇവർ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ അയോഗ്യരാക്കാനുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. 10 ദിവസത്തിനകമാണ് അത് ചെയ്യേണ്ടത്. ആ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു കഴിഞ്ഞു. എന്നിരുന്നാലും അവിടെ നിന്ന് ബന്ധപ്പെട്ടവരൊക്കെ വിളിച്ച് ഇവർ തെറ്റ് തിരുത്താൻ തയ്യാറാണ് എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് അവർക്ക് അതിനുള്ള സമയം അനുവദിച്ചിരിക്കുന്നു. മറ്റത്തൂരിലും പാറളത്തുമുണ്ടായ BJP കോൺഗ്രസ് ബാന്ധവം ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. തൃശൂർ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ കൂറുമാറ്റം കോൺഗ്രസിനെ ബാധിച്ച മാറാവ്യാധിയെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മഹാത്മാഗാന്ധിയുടെ പാർട്ടി ഗോഡ്സെയുടെ പാർട്ടിക്ക് അടിമപ്പെടുന്നത് ദുഃഖകരമെന്നും വിഷയം കേരളം ചെറുതായി കാണരുതെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. മറ്റത്തൂർ കോൺഗ്രസ് പാർട്ടിയെ ബാധിച്ച ഒരു മാറാവ്യാധിയാണ്. ഈ മാറാവ്യാധിയുടെ പുറകിൽ ചെറിയ ചെറിയ നയങ്ങളോ കാരണങ്ങളോ അല്ല ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ വ്യാധിയുടെ കേന്ദ്രസ്ഥാനം തൃശ്ശൂരല്ല, മറ്റത്തൂരുമല്ല, ഡൽഹിയാണ്. കോൺഗ്രസിൻ്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിൽ BJPക്ക് വേണ്ടി തലച്ചോറും ഹൃദയവും പണയം വെച്ചവരില്ലേ? മഹാത്മാഗാന്ധിയുടെ പാർട്ടിയെന്ന് സ്വയം വിളിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഗോഡ്സെയുടെ ആശയങ്ങളെ പിൻപറ്റുന്ന ഒരുപാട് പേർ കൂടി വരികയാണ്. അതിനാൽ ചികിത്സ വേണ്ടത് അവിടെയാണ്, ഇവിടെയല്ല. ഈ ചികിത്സ ഫലപ്രദമാകണമെന്നുണ്ടെങ്കിൽ അവിടെ ചികിത്സ വേണം. അവിടുത്തെ ഏറ്റവും കടുത്ത രോഗബാധയ്ക്ക് മുമ്പിൽ കല്ലടച്ചു പിടിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരെ മാത്രമായിട്ട് ശിക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ശിക്ഷിച്ചാൽ കൊള്ളാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൊച്ചി കോർപ്പറേഷനിൽ 50 ദിവസത്തെ കർമ്മപദ്ധതി തയ്യാറാക്കി നടപ്പാക്കുമെന്ന് മേയർ VK മിനിമോൾ. മാലിന്യ സംസ്കരണത്തിനായുള്ള മാസ്റ്റർ പ്ലാൻ നടപ്പാക്കും. സമീപ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടി ഉപകരിക്കുന്ന രീതിയിൽ ബ്രഹ്മപുരം പ്ലാന്റ് പ്രവർത്തന സജ്ജമാക്കാനാണ് ആലോചിക്കുന്നത്. ഷീ ലോഡ്ജ് സമൃദ്ധി പദ്ധതികൾ കൂടുതൽ ഫലപ്രദമായും സുതാര്യമായും നടപ്പാക്കും. കഴിഞ്ഞ കാലങ്ങളിൽ കോർപ്പറേഷനിലെ CSR ഫണ്ടുകളുടെ വിനിയോഗം സംബന്ധിച്ച് ഓഡിറ്റ് നടത്തും. ഫയലുകളിൽ സമയബന്ധിതമായി തീർപ്പുണ്ടാക്കുമെന്നും VK മിനിമോൾ പറഞ്ഞു. ഡെപ്യൂട്ടി മേയർ ദീപക് ചോയിയോടൊപ്പം എറണാകുളം പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദി പ്രസ് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു മേയർ. മാസ്റ്റർ പ്ലാനാണ് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ കൗൺസിൽ പീരീഡ് തുടങ്ങിയതാണ്. അത് പരിശോധിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിലുള്ള കാര്യങ്ങൾ നടപ്പാക്കാനാണ് ആഗ്രഹിക്കുന്നത്. സമൃദ്ധി ഹോട്ടലിനെ സംബന്ധിച്ച് സമൃദ്ധി ഞങ്ങൾ കഴിഞ്ഞ കൗൺസിലിൽ സമൃദ്ധി ഹോട്ടൽ തുടങ്ങിയപ്പോൾ മുതൽ അതിന് ഫുൾ സപ്പോർട്ട് കൊടുത്ത ഒരു പ്രതിപക്ഷമായിട്ടാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പദ്ധതി ഉപേക്ഷിക്കുക എന്നതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നില്ല. അത് തുടർന്ന് പോകേണ്ടത് സാധാരണക്കാർക്ക് പ്രാപ്യമായതും അത് ആ രീതിയിൽ സമൃദ്ധി മുന്നോട്ട് പോകും. പക്ഷേ ഇപ്പോൾ സമൃദ്ധിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 20 രൂപയ്ക്ക് ഊണ് മാത്രമേ അതിൻ്റെ ഒരു സബ്സിഡി എന്നുള്ള രീതിയിലുള്ളൂ. ബാക്കി എല്ലാത്തിനും സാധാരണ മറ്റ് ഹോട്ടലിലെ അതേ റേറ്റിലാണ് പോകുന്നത്. അപ്പോൾ സാധാരണക്കാർക്ക് അനുയോജ്യമായ രീതിയിൽ സമൃദ്ധിയെ എങ്ങനെ മാറ്റിയെടുക്കാം എന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ അതിലുണ്ടാവും. പ്രത്യേകിച്ച് അത് ഓഡിറ്റബിൾ ആക്കണം.
അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ കോർപ്പറേഷൻ്റെ ഫണ്ട് അതിൽ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. 78 ലക്ഷം രൂപയോളം ലാഭമുള്ളൊരു പ്രൊജക്റ്റായിട്ട് ഷീ ലോഡ്ജ് പോകുന്നുണ്ട്. പക്ഷേ സമൃദ്ധിയെ സംബന്ധിച്ച് സമൃദ്ധിയുടെ ലാഭം ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ലാഭത്തിലാണോ നഷ്ടമാണോ? ഇതൊന്നും നമുക്ക് ആർക്കും അറിയില്ല. ആലപ്പുഴ ഹരിപ്പാട് വിയപുരം പഞ്ചായത്ത് പ്രസിഡന്റായി LDFിലെ പി ഓമനയെ തിരഞ്ഞെടുത്തു. ആകെയുള്ള 14 സീറ്റിൽ UDF 6, LDF 5, BJP 3 എങ്ങനെയായിരുന്നു കക്ഷിനില. പട്ടികജാതി സ്ത്രീ സംവരണമായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. UDFിൽ നിന്ന് ആരും വിജയിച്ചിരുന്നില്ല. ഇതോടെ LDFിലെ ഓമനയെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പിൽ നിന്നും UDF BJP അംഗങ്ങൾ വിട്ടുനിന്നു. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട വിവാദം പുതിയ തലത്തിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് വാടകയ്ക്ക് നൽകുന്നതിൽ വൻ ക്രമക്കേടെന്ന് കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്താനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് തന്റെ ഓഫീസ് മുറി ചെറുതാണെന്നും ആ പരിമിതി മറികടക്കാൻ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് ഓഫീസ് മുറി കഴിയുമെങ്കിൽ ഒഴിയണമെന്നും ശാസ്തമംഗലം വാർഡ് കൗൺസിലർ R ശ്രീലേഖ ആവശ്യപ്പെട്ടത്. ഇത് വലിയ രാഷ്ട്രീയ വിവാദമായതിനെ തുടർന്നാണ് മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത്. നഗരസഭാ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകിയതിന്റെ മുഴുവൻ രേഖകളും ഹാജരാക്കാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകും. പല കെട്ടിടങ്ങളും കടമുറികളും വ്യക്തികൾ കൈമാറി ഉപയോഗിക്കുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. യഥാർത്ഥ വാടകക്കാരല്ല ഇവ ഇപ്പോൾ ഉപയോഗിക്കുന്നതെന്നാണ് കണ്ടെത്തൽ. പല വാണിജ്യ സ്ഥാപനങ്ങളും തലമുറകൾ കൈമാറിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അനധികൃത കൈമാറ്റം നടന്നിട്ടുള്ളതെല്ലാം തിരിച്ചുപിടിക്കാനാണ് നിലവിൽ കോർപ്പറേഷന്റെ തീരുമാനം. കെട്ടിടങ്ങൾ കുറഞ്ഞ വാടകയ്ക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാനദണ്ഡം എന്താണെന്ന് സെക്രട്ടറി വ്യക്തമാക്കേണ്ടി വരും. MLAയുടെയും കൗൺസിലറിന്റെയും ഓഫീസ് കെട്ടിടങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള വാടക കരാറിന്റെ മറവിൽ നേടിയതാണെന്നും ഒഴിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് നിലവിൽ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിന്റെയും ശാസ്തമംഗലം വാർഡ് കൗൺസിലറുടെയും ഓഫീസുകൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള രഹസ്യ വാടക കരാറിന്റെ മറവിൽ നേടിയെടുത്തതാണെന്നും അന്വേഷണം നടത്തി ഒഴിപ്പിക്കണമെന്നുമാണ് പരാതി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള മുറി ഒഴിയണമെന്ന് VK പ്രശാന്തിനോട് കോർപ്പറേഷൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് തിരുവനന്തപുരം മേയർ VV രാജേഷ്. കൈവശാവകാശത്തിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കും. പ്രശാന്തിന്റെ വാടക കരാറും പരിശോധിക്കുമെന്ന് മേയർ അറിയിച്ചു. കേരളത്തിൽ മുഴുവനും പ്രത്യേകിച്ചും LDF ഭരിച്ചിരുന്നപ്പോഴേക്കും ഇതുപോലെ കോർപ്പറേഷൻ്റെയും പഞ്ചായത്തിൻ്റെയും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ തന്നെ നിരവധി ഓഫീസുകൾ കേരളത്തിലെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സ്വകാര്യ വ്യക്തികൾക്ക് അനധികൃതമായി കൊടുത്തിട്ടുണ്ട്, കൈവശം വെച്ചിട്ടുണ്ടെന്നുള്ള വിവരങ്ങളുണ്ട് ഞങ്ങൾക്ക്. അതൊക്കെ തന്നെ ചർച്ച ചെയ്യണം, അതൊക്കെ തന്നെ പരിശോധിക്കണം. കൊമേഴ്സ്യൽ കോംപ്ലക്സിന് മാർക്കറ്റ് വാല്യൂ കോർപ്പറേഷൻ കിട്ടണം. മറ്റുള്ള ജനകീയമായ ഇടപെടലും കാര്യങ്ങൾക്കൊക്കെ തന്നെ നിയമപരമായിട്ട് എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ, സാധാരണക്കാരായ ജനങ്ങളും ജനപ്രതിനിധികളും ഇരുന്ന് നാടിനു വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ നിയമത്തിനകത്തു നിന്നുകൊണ്ട് എന്തൊക്കെ ഇളവുകൾ ചെയ്തു കൊടുക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തു കൊടുക്കണം. ലാഭമുണ്ടാക്കുന്ന കൊമേഴ്സ്യൽ കോംപ്ലക്സുകൾക്ക് സ്വകാര്യ വ്യക്തികൾക്ക് കിട്ടുന്ന അതേ വാടക കോർപ്പറേഷൻ കിട്ടണം. സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കുന്ന അതേ ഡെപ്പോസിറ്റ് കോർപ്പറേഷൻ കിട്ടിയോളൂ. അല്ല, നിയമപരമായിട്ട് ജനപ്രതിനിധികൾ പ്രവർത്തിക്കുന്ന സ്ഥലം, ജനങ്ങൾ വരുന്ന സ്ഥലം, അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് നിയമത്തിനകത്ത് നിന്നുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള സഹായവും സൗകര്യവും ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തു കൊടുക്കണം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ മാനദണ്ഡങ്ങളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് 20-30 വർഷം മുമ്പ് പലർക്കും കരാറ് കൊടുത്തവർ സബ്ലീസ് കൊടുത്തിട്ടുണ്ട്. പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നിയമപരമായി ഞങ്ങൾ പരിശോധിക്കും. അലക്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അലക്സിനറിയാതെ എനിക്കിതൊന്നും പറയാൻ സാധിക്കില്ല, ഞാൻ പറയുകയില്ല. ഞാൻ പറയാത്തൊന്നും ദൈവം കൊടുക്കരുത്. VK പ്രശാന്തിന്റെ MLA ഹോസ്റ്റലിലെ മുറിയിൽ ആര് എന്ന ചോദ്യവുമായി KS ശബരിനാഥൻ MLA. MLA ഹോസ്റ്റലിലെ നിള ബ്ലോക്കിലെ 31, 32 മുറികൾ പ്രശാന്തിൻ്റെതാണ്. MLA ഹോസ്റ്റൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നു എന്നും KS ശബരിനാഥൻ ചോദിച്ചു. MLA ഹോസ്റ്റലിലെ നിള ബ്ലോക്കിൽ 31, 32 എന്നുള്ള 2 മുറികൾ ശ്രീ VK പ്രശാന്ത് MLAക്കുണ്ട്. ഇപ്പോൾ MLAമാർക്കെല്ലാം താമസിക്കാനുള്ള ഓഫീസ് സൗകര്യമാണ് MLA ഹോസ്റ്റലുള്ളതെന്ന് ശ്രീ പ്രശാന്ത് പറയുന്നത് കേട്ടു. പക്ഷേ അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് വെച്ചാൽ ഈ MLA ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴി വാർഡിലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഒരു പകുതിയോളം വാർഡുകൾക്കുള്ള ഏറ്റവും ആക്സസ് ഉള്ള സ്ഥലത്താണ്. ആ MLA ഹോസ്റ്റലിലെ മുറികളിൽ കമ്പ്യൂട്ടറുണ്ട്, പ്രിൻ്ററുണ്ട്, വാഹന സൗകര്യമുണ്ട്. 2 മുറിയാണുള്ളത്. അപ്പോൾ ആ മുറി എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഉപയോഗിച്ചുകൂടാ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. അത് ചോദിച്ചപ്പം ഉടനെ സംഘിപ്പട്ടം ചാർത്താനും
BJP സഹായിക്കുക എന്ന് പറയുന്നതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. വിഷയാധിഷ്ഠിതമായിട്ടുള്ള നിലപാടാണ്. എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. ഈ 31, 32 നമ്പർ നിളയിലെ മുറികളിൽ വേറെ ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? MLA അങ്ങോട്ട് പോകാറുണ്ടോ? അത് വേറെ ഏതെങ്കിലും സ്റ്റാഫോ ആൾക്കാരോ ഒക്കെയാണോ താമസിക്കുന്നത്? അത് നികുതി പണമല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാ കൗൺസിലേഴ്സ്, അത് കോൺഗ്രസ് ആകട്ടെ, CPM ആവട്ടെ, BJP ആവട്ടെ, പരിമിതമായിട്ടുള്ള സാഹചര്യത്തിലുള്ള കൗൺസിൽ ഓഫീസിൽ ഉള്ള സംവിധാനം അവരുടെ തന്നെ LDF കൗൺസിലുള്ള സമയത്ത് ഉണ്ടാക്കിയത് കൗൺസിലേഴ്സിന് വിട്ടുകൊടുക്കണം. ഈ വിഷയത്തിലൊരു കോൺട്രാക്റ്റ് എന്തായാലും നഗരസഭയായിട്ടുണ്ടോ, നഗരസഭ തീരുമാനമെടുക്കട്ടെ. പക്ഷേ വിഷയാധിഷ്ഠമായിട്ട് നിലപാടെടുക്കുമ്പോഴത്തേക്കും ഉടനെ സംഘിപ്പട്ടം ചാർത്താലും അത് കേട്ട് മാറ്റേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. ക്ലിയറാണ് ഈ നിലപാട്. 31, 32 നിള ബ്ലോക്കിലെ ആ 2 മുറികളിൽ എന്തുകൊണ്ട് ശ്രീ VK പ്രശാന്ത് പോകുന്നില്ല? തന്റെ ഓഫീസ് ഒഴിയാൻ പറഞ്ഞത് BJPയുടെ ബുൾഡോസർ രാജിന്റെ കേരളത്തിലെ തുടക്കമെന്ന് സംശയിക്കുന്നതായി VK പ്രശാന്ത് MLA. BJPക്ക് കുടപിടിക്കുന്നവരായി ശബരിനാഥൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ മാറി. കോർപ്പറേഷൻ നിശ്ചയിച്ച വാടകയാണ് താൻ നൽകുന്നതെന്നും പ്രശാന്ത് പറഞ്ഞു. BJPയുടെ അജണ്ട ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ ഏറ്റെടുക്കുകയാണോ എന്ന് ശ്രമിക്കുന്നതെന്ന് തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലെ 140 നിയമസഭാ സാമാജികർക്കും MLA ഹോസ്റ്റലിൽ റൂം അനുവദിച്ചിട്ടുണ്ട്. അത് നിയമസഭ നടക്കുന്ന വേളകളിൽ MLA-മാർക്ക് താമസിക്കാനും അല്ലെങ്കിൽ അവരുടെ സ്റ്റാഫിന് താമസിക്കാനും കാണാൻ വരുന്നവരെ സന്ദർശിക്കുന്നതിനും ഒക്കെയാണ് ആ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നത്. ജനങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കാനാണ് ഓഫീസ്. BJPക്ക് കൊടപിടിക്കുന്നവരായി ശബരിനാഥൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാറുകയാണ്. അപ്പോൾ ഇത്രയും നാൾ 7 വർഷമില്ലാത്ത ഒരു ആക്ഷേപം BJP ഉന്നയിക്കുകയും MLA അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി വാശി പിടിക്കുകയും ചെയ്യുമ്പോൾ അതിന് കുടപിടിക്കുന്ന നിലയിലേക്ക് ശബരിനാഥനെ പോലെയുള്ള ആളുകൾ മാറുന്നത് എന്തിനാണ് എന്ന് ആലോചിക്കണം. ഉത്തരേന്ത്യയിൽ നടപ്പാക്കുന്ന ബുൾഡോസർ രാജ് കേരളത്തിൽ കൊണ്ടുവരാനുള്ള തുടക്കമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ശബരിനാഥൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാകണം. ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനിയെ തുടർന്ന് ചിക്കൻ വിഭവങ്ങളുടെ വിൽപ്പനയിലെ നിരോധനം. ഹോട്ടൽ ഉടമകളുടെ ആവശ്യം തള്ളി ജില്ലാ ഭരണകൂടം. പ്രതിഷേധത്തിനൊരുങ്ങി ഹോട്ടൽ ഉടമകൾ. രോഗം മനുഷ്യരിലേക്ക് പകരാനുള്ള സാധ്യത കണക്കിലെടുത്ത് പ്രഭവ കേന്ദ്രത്തിന് 10 കിലോമീറ്റർ ചുറ്റളവിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ബുധനാഴ്ച വരെയാകും നിരോധനം തുടരുക. ശേഷം പരിശോധിച്ച ശേഷമാകും തുടർ നടപടി. എന്നാൽ ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പില്ലാതെയുള്ള നിരോധനം ഹോട്ടൽ ഉടമകൾക്കിടയിൽ പ്രതിഷേധത്തിന് വഴിതെളിച്ചു. ഇതിനെ തുടർന്ന് കളക്ടറുമായി KHRA ഭാരവാഹികൾ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും സുരക്ഷ കണക്കിലെടുത്ത് നിരോധനങ്ങളിൽ അയവ് വരുത്താൻ കഴിയില്ല എന്ന നിലപാടാണ് കളക്ടർ അലക്സ് വർഗീസ് സ്വീകരിച്ചത്. ഇതോടെ പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുവാനുള്ള നീക്കത്തിലാണ് ഹോട്ടൽ ഉടമകൾ. ഞങ്ങൾ അത് മാത്രമാണ് നമ്മൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. നമുക്ക് ട്രേഡ് മാർക്കായിട്ട് ലഭിക്കുന്ന സൂണ അല്ലെങ്കിൽ അബാദിന്റെ പോലുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ സ്ഥാപനങ്ങൾ ബില്ല് പ്രദർശിപ്പിച്ച് വിൽക്കുവാനുള്ള അനുമതി സംഘടന ഉത്തരവാദിത്തത്തിലൂടെ ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തോട്. സംഘടന അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറായിട്ട് പോലും അദ്ദേഹം അത് തൽക്കാലം അനുവദിക്കാൻ കഴിയില്ല. എന്തായാലും ആദ്യത്തെ നിരോധനം കഴിയട്ടെ, അതിനുശേഷം നമുക്ക് ആലോചിക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായ മറുപടി. അതേസമയം ഹോട്ടലുകളിലെ പ്രതിസന്ധിയിൽ നിലവിലൊന്നും ചെയ്യാനില്ല എന്ന നിലപാടാണ് ജില്ലാ കളക്ടർക്ക്. രോഗവ്യാപനം കണക്കിലെടുത്ത് ശീതീകരിച്ച മാംസം വിൽക്കാനും വിലക്കുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിൽ പക്ഷിപ്പനി ബാധിച്ചതായി വിവരമില്ല എങ്കിലും ഇപ്പോഴും ജില്ലയിൽ ശക്തമായ നിയന്ത്രണങ്ങൾ തുടരുകയാണ്. 32 പഞ്ചായത്തുകളിലും ആലപ്പുഴ, ഹരിപ്പാട് നഗരസഭകളിലുമാണ് നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിരോധനം തുടരുന്ന സാഹചര്യത്തിൽ കടകൾ അടച്ച് പ്രതിഷേധിക്കാനാണ് ഹോട്ടൽ ഉടമകളുടെ തീരുമാനം. അമൃത ന്യൂസ്, ആലപ്പുഴ. തൃശൂർ നന്ദിക്കരയിൽ KSRTC ബസ്സും 2 ലോറികളും ഒരു ബൈക്കും അപകടത്തിൽപ്പെട്ടു. ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. ബൈക്ക് യാത്രികനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 1:30 അപകടം. അശ്രദ്ധമായി ട്രാക്ക് മാറിയ KSRTC ബസ് ഇടിച്ചിട്ടതോടെ നിയന്ത്രണം വിട്ട ലോറി എതിർവശത്തെ ട്രാക്കിലേക്ക് കയറി അതുവഴി വന്നിരുന്ന ടോറസ് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഇതിനിടയിൽ ടോറസ് ലോറിയിൽ ഇടിച്ചാണ് ബൈക്ക് യാത്രികൻ അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് 2 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതക്കുരുക്കുണ്ടായി. മറ്റൊരു വാഹനത്തിന്റെ ഡാഷ്ബോർഡ് ക്യാമറയിൽ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞു. പ്രതിരോധ മേഖല ശക്തമാക്കാൻ കേന്ദ്രം 79,000 കോടി രൂപയുടെ പ്രതിരോധ ഇടപാടിന് അനുമതി നൽകി. പ്രതിരോധ സംഭരണത്തിനും നവീകരണ നിർദ്ദേശങ്ങൾക്കുമായാണ് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ഇടപാടിന് അംഗീകാരം നൽകിയത്. കരസേന, വ്യോമസേന, നാവികസേന എന്നിവയുടെ പോരാട്ടശേഷി ശക്തിപ്പെടുത്തുന്നതിൽ ഈ തീരുമാനം നിർണായകമാണ്. പഴയ ആയുധങ്ങളുടെ നവീകരണം, പുതിയ ആധുനിക ആയുധങ്ങൾ ഏറ്റെടുക്കൽ, തദ്ദേശീയ വികസനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഏകദേശം 200 T-90 ടാങ്കുകൾ തദ്ദേശീയമായി മിഡ് ലൈഫ് നവീകരണത്തിനും അറ്റകുറ്റപ്പണിക്കും വിധേയമാക്കും. ഇത് ടാങ്കുകളുടെ ആയുസ് വർദ്ധിപ്പിക്കുകയും അവയുടെ പോരാട്ടശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. Mi-17 ഹെലികോപ്റ്ററുകളുടെ നവീകരണം, ആധുനിക യുദ്ധാവശ്യങ്ങൾക്കായി കാമികാസെ ചാവേർ ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള അംഗീകാരം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു.
ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. പലയിടത്തും താപനില 5-ലേക്കെത്തി. മൂടൽമഞ്ഞും രൂക്ഷമാണ്. 120 വിമാന സർവീസുകൾ റദ്ദാക്കി. ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും ജനജീവിതം ദുസ്സഹമായി തുടരുകയാണ്. കാഴ്ചപരിധി 0-നടുത്തേക്ക് താഴ്ന്നതോടെ ഡൽഹി NCR മേഖലയിലെ ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. ദൂരക്കാഴ്ച കുറഞ്ഞതോടെ 5 സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശിലെ സ്കൂളുകൾക്ക് ജനുവരി 1 വരെ അവധിയാണ്. റെയിൽ ഗതാഗതങ്ങളെയും ഇത് സാരമായി ബാധിച്ചു. വായു മലിനീകരണവും രൂക്ഷമായി തുടരുന്നു. ITO ഉൾപ്പെടെ പ്രധാനയിടങ്ങളിൽ 400-ന് മുകളിലാണ് വായു മലിനീകരണ തോതുള്ളത്. ഞായറാഴ്ച രാത്രി ഗോവയിൽ നിന്നും പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മൂടൽമഞ്ഞ് കാരണം ഡൽഹിയിൽ ഇറങ്ങാൻ കഴിയാതെ അഹമ്മദാബാദിലേക്ക് തിരിച്ചുവിട്ടു. ജയ്പൂർ വിമാനത്താവളത്തിലും തിരക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് വിമാനങ്ങൾ വൈകി. ഇൻഡിഗോ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ യാത്രാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 100ഓളം ട്രെയിനുകളും മൂടൽമഞ്ഞ് കാരണം വൈകിയാണ് സർവീസ് നടത്തിയത്. കടുത്ത തണുപ്പും മൂടൽമഞ്ഞും പരിഗണിച്ച് നോയിഡയിലെ എല്ലാ സ്കൂളുകൾക്കും ഇന്നു മുതൽ ജനുവരി 1 വരെ ജില്ലാ ഭരണകൂടം അവധി പ്രഖ്യാപിച്ചു. ഞായറാഴ്ച വൈകുന്നേരം മുതൽ തന്നെ നോയിഡയിലും ഗ്രേറ്റർ നോയിഡയിലും കടുത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടിരുന്നു. പ്രധാന റോഡുകളിൽ ഗതാഗതം മന്ദഗതിയിലാണ് നീങ്ങുന്നത്. കനത്ത മഞ്ഞ് മൂലം വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കാൻ പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.